ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്. അഗ്ലോണിമ പ്ലാന്റിന്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് ബേബി പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ സെയിൽ നടത്തുന്നവർക്കൊക്കെ അഗ്ലോണിമ പ്ലാന്റ് എത്രത്തോളം തൈകളാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് നമുക്കറിയാം ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോറിലും വെക്കാം, ഔട്ട്ഡോറിലും വെക്കാം. നമ്മൾ അധികം സൺലൈറ്റ് ഇല്ലാത്ത ഒരു ഏരിയയിലാണ് നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സ് വെക്കേണ്ടത്. അതായത് അഗ്ലോണിമ പ്ലാന്റ്സിന് വെളിച്ചം കിട്ടണം, പക്ഷെ നമ്മൾ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിന്റെ ഒത്തിരി വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇലപ്പേന്, അതുപോലെ തന്നെ ഇതിൽ വരുന്ന രോഗങ്ങള്, അതുപോലെ തന്നെ ഇതിന് കൊടുക്കേണ്ട വളങ്ങള്, പോട്ടി മിക്സ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിങ്ങൾ നോക്ക്, ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് ബേബി പ്ലാന്റ് ഒരു തൈ നട്ടു കൊടുത്തതാണ്. ഇതിലിപ്പോൾ വന്നിട്ടുള്ള ഷൂട്ട് എന്ന് പറയുമ്പോൾ ഒരു 6 തൈകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ തൈകൾ അടർത്തി മാറ്റിയിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു മദർ പ്ലാന്റ്, അതായത് ഈ ഒരു മദർ പ്ലാന്റ് കട്ട് ചെയ്താൽ അവിടെ നിന്ന് നമുക്ക് പുതിയ തൈകൾ വരും കേട്ടോ. ആ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിലൊക്കെ കണ്ടില്ലേ, നിറയെ നമുക്ക് തൈകളാണ് കേട്ടോ. ഒരുപാട് തൈകളുണ്ട്, ഇഷ്ടം പോലെ തൈകളാണ് കേട്ടോ ഇതിലുള്ളത്. ഇതിലൊക്കെ നിറയെ നമുക്ക് തൈകളുണ്ട്. ഇത് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ നമുക്ക് ഏത് പ്ലാന്റിലും ഒരുപാട് തൈകൾ ഉണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ പരിചരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൈകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് തൈകൾ അടർത്തി മാറ്റി നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തൈകളാക്കി എടുക്കുന്ന ഒരു വിദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ നോഡ് പ്രൊപ്പഗേഷൻ ആണ് കേട്ടോ. നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തൈകൾ അങ്ങനെയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ചില ചെടികളൊക്കെ നമുക്ക് ഇങ്ങനെ കമ്പ് ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ആ നീണ്ടു പോയത് നമുക്ക് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പൊ ഇതിലും നമുക്ക് ബേബി പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരു തൈ നട്ടു കൊടുത്തതാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് ബേബി പ്ലാന്റ് വരുന്നുണ്ട്. ഇതിലിപ്പോൾ വലിയതായിട്ട് തന്നെ 2 പ്ലാന്റ് ഉണ്ട്. അത് കൂടാതെ 2 ചെറിയ കുഞ്ഞു പ്ലാന്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സും ഇങ്ങോട്ട് എടുത്ത് വെച്ചില്ല, കുറച്ച് മാത്രം. എൻ്റെ പ്ലാന്റ്സ് ഒക്കെ എവിടെ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ തൈകൾ അടർത്തി മാറ്റിയിട്ട് നട്ടു കൊടുക്കും. അതാണ് ഒന്നാമത്തെ രീതി കേട്ടോ. ഒന്നാമത്തെ രീതിയിൽ ഞാൻ തൈകൾ അടർത്തി മാറ്റി നട്ടു കൊടുക്കും. രണ്ടാമത്തെ ഞാൻ നോഡ് പ്രൊപ്പഗേഷൻ ആണ് ചെയ്യുന്നത് കേട്ടോ. കൂടുതലും ഞാൻ നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യാറുണ്ട്. അതുകൂടാതെ ഞാൻ തൈകൾ അടർത്തി മാറ്റി നട്ടു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതിലും നമുക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതിലും നമുക്കിപ്പോൾ ഒരു 3-4 ഷൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നതെന്ന് അറിയില്ല, ഇതിൽ ബാസാക്കോട്ട ഫെർട്ടിലൈസർ ആണ് കാണുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്നത് NPK കൊടുക്കാറുണ്ട്, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്, ബാസാക്കോട്ട ഫെർട്ടിലൈസർ കൊടുക്കാറുണ്ട്. അതുകൂടാതെ ഞാൻ മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെടിയിലൊക്കെ തന്നെ ഒരുപാട് നമുക്ക് ബേബി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ബേബി പ്ലാന്റ് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വളം കൊടുക്കാം. മാസത്തിൽ നമ്മൾ 2 പ്രാവശ്യം 15 ദിവസം ഇടവിട്ടിട്ട് നമ്മൾ വളം കൊടുക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ. ഇത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. പിന്നെ റെഡ് ലിപ്സ്റ്റിക് കാണിച്ചതിൻ്റെ വേറൊരു ടൈപ്പാണ് പിങ്ക് ലിപ്സ്റ്റിക് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ തന്നെ തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ചില ആൾക്കാർ പറയും അഗ്ലോണിമ പ്ലാന്റ്സ് നട്ടിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, തൈകൾ വരുന്നില്ല, അല്ലെങ്കിൽ ഹെൽത്തി ആവുന്നില്ല, ബുഷി ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അധികം മുട്ടും ഞാൻ ഇതിൻ്റെ മുന്നൊക്കെ സെയിൽ നടത്തിയൊക്കെ ബുഷി പ്ലാന്റ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ നോക്കട്ടോ. അതിന് വേണ്ടി നമുക്ക് എന്താ പറയുക, നമുക്ക് ഏതെങ്കിലും ചെടിയിൽ നിന്ന് നമുക്കൊരു കമ്പ് മുറിച്ചെടുക്കട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഞാൻ ഈ ഒരു ചെടിയാണ് ഇവിടുന്ന് മുറിച്ചെടുക്കുന്നത്.
അപ്പോൾ ഇത് മുറിച്ചെടുത്തൊന്നും അറിയുന്നില്ല കേട്ടോ, തന്നെ ബുഷി പോട്ടായിക്കൊണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ മുറിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് 2 ലീഫ് ഇതിൽ നിന്ന് ഒഴിവാക്കാം കേട്ടോ. 2 ലീഫ് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ 2 ലീഫ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിവിടെ വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു കുറേ എണ്ണം വെച്ചിട്ട് ചെയ്ത ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ഞാനൊരു കുറേ നോഡ് വെച്ചിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ അങ്ങനെ വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ വെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഒരു തൈയായി കിട്ടിട്ടോ. ഇതിപ്പോൾ നമുക്ക് മണ്ണിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ തൈയായി. ഇവിടെ ഞാൻ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് സാഫ് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ സാഫ് കൊണ്ട് എടുത്തേക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു പോട്ടിൽ നമുക്ക് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല തൈയായിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ തൽക്കാലം ഈ ഒരു പോട്ടിൽ ഞാൻ വെച്ചു കൊടുക്കുകയാണ്. തൽക്കാലം ഞാൻ ഈ ഒരു പോട്ടിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേര് വന്നതിന് ശേഷം നമുക്കത് മാറ്റി നട്ടു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെയാണ് വെച്ച് കൊടുത്ത് കാണുന്നുണ്ടോ? അവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് വേര് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നട്ടു കൊടുക്കാം കേട്ടോ. മാറ്റി നട്ടു കൊടുക്കുക. അടുത്ത ഞാൻ നോഡ്, അപ്പോൾ ഈ ഒരു സ്റ്റെമ്മാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പം ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ നോഡ് വെച്ചിട്ട് നമുക്ക് ഇതിന് 2 പീസാക്കാം കേട്ടോ. വേണമെങ്കിൽ 3 പീസാക്കാം. ഞാൻ 2 പീസാണ് ആക്കുന്നത്. ഇതിൽ ശരിക്കും സാഫ് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഇത് ചകിരിച്ചോറാണ് കേട്ടോ. ഞാൻ കുറച്ച് ചകിരിച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഗാർഡൻസ് സോയിലാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം രണ്ടും കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ 2 സ്റ്റെമ്മ് കണ്ടില്ലേ? ഈ 2 സ്റ്റെമ്മ് നമുക്ക് ഈ ഒരു പോട്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കതാ. ഈ ഒരു പോട്ടിൽ ഈ സ്റ്റെമ്മ് നമുക്കിത് ഇങ്ങനെ കിടത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു സ്റ്റെമ്മ് നമുക്കിങ്ങനെ കിടത്തിയിട്ട് വെച്ച് കൊടുക്കട്ടോ. അപ്പം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കിടത്തിയിട്ട് 2 സ്റ്റെമ്മ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടിലും നമ്മൾ ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മണ്ണിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? ഇതിപ്പോൾ ഒരു 2 ആഴ്ച ആകുമ്പോഴേക്ക് ഇതിൽ തൈകൾ വരും കേട്ടോ. അതിൻ്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വെച്ചിട്ടുള്ള ഇത് കാണിച്ചു തരാം. ഞാൻ ഈ ചട്ടിയിൽ ഞാനൊന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ച് കൊടുത്തിരുന്നു. അപ്പം 2 കുഞ്ഞ് ബേബി പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇട്ടത്. സാഫ് കണ്ടില്ല? സാഫൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതാണ് ഞാൻ വെച്ചിട്ടുള്ള 2 കുഞ്ഞ് കട്ടിങ്സ് കേട്ടോ. 2 കുഞ്ഞ് ഈ സൈഡിലും ഞാൻ സാഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാഫ് വെക്കാതെ നമുക്ക് ചെയ്യാം, പക്ഷെ സാഫ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. കണ്ടോതാ നീല കളർ കാണുന്നുണ്ടോ? അപ്പോൾ ഇതിന് 2 കണ്ടില്ലേ? 2 കട്ടിങ്സിലും നമുക്ക് വേരും വന്നിട്ടുണ്ട്. കണ്ടില്ലേ? കാണുന്നുണ്ടോന്ന് അറിയില്ലതാ. 2 കട്ടിങ്സിൽ നമുക്ക് വേര് വന്നിട്ടുണ്ട്. ഓരോ ലീഫും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാഫ് ഓൾറെഡി അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എടുത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് സാഫ് ആഡ് ചെയ്തിട്ട് അതൊന്നും കൂടി നട്ടു കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിക്കുമ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ സാഫ് നമ്മളെ കട്ടിങ്സിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ എടുത്ത് ഇവിടേക്ക് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ ഒരു 2 കണ്ടില്ലേ? ഇത് രണ്ടും നമുക്ക് തൈകൾ വന്നിട്ടുണ്ട്. കണ്ടതാ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ
പുതിയ തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ ഇത് വേഗം നമുക്ക് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ തൈകളായി കിട്ടും. പിന്നീട് അത് വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് തൈകളും ആകും. ഇത് നമുക്ക് പിന്നീട് നോട് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൽ നമ്മൾ ഇങ്ങനെ ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബേബി പ്ലാന്റ് വരും കേട്ടോ. പെട്ടെന്ന് ബേബി പ്ലാന്റ് വരാനുള്ള ഒരു ട്രിക്കാണ് നോഡ് പ്രൊപ്പഗേഷൻ കേട്ടോ. നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ നമുക്ക് തൈകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അടർത്തി മാറ്റിയിട്ട് പുതിയ തൈകളാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ തന്നെ നട്ടു കൊടുക്കാൻ പോകാം കേട്ടോ. അതൊന്നും കൂടി വലുതായിട്ട് വേണം നമുക്ക് ഈ ഒരു പ്ലാന്റിനെ മാറ്റി നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇതിൽ രണ്ട് കുഞ്ഞു തൈ ഇതിൽ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ പ്ലാന്റ്സും നമ്മൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ പുതിയ പുതിയ തൈകളാക്കി എടുക്കുന്നതൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സ് നമുക്കറിയാം, അഗ്ലോണിമ പ്ലാന്റ്സ് ഒരുപാട് കാരണം പിന്നെ ഒരുപാട് കളറിലും നല്ല ഡിഫറെന്റ്, അതായത് നല്ല ഭംഗിയിൽ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത് വളർത്തുന്ന രീതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബേബി പ്ലാന്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ മറ്റേ തൈ വെച്ച് കൊടുത്ത് ഇതിലെല്ലാം തന്നെ 2-3 തൈകളുണ്ട്. ഇത് നാളെ തന്നെ ഇതിൽ നിന്ന് മാറ്റി